ഇന്ന് ആവോലിക്കറിയാണ്. ഇതാണ് ആവോലി. കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആവോലിക്കറി വയ്ക്കാൻ പോകുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, സാൾട്ട്, ഇതെല്ലാം കൂടി വെള്ളത്തിൽ ചാലിച്ചിട്ടാണ് ഇടുന്നത്. അങ്ങനെ ഡയറക്റ്റ് ഇട്ട് കഴിയുമ്പോൾ അടി പിടിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇടാത്തത് കേട്ടോ. ഓക്കെ. അതിന് മുന്നേ നമ്മൾ ഇടുന്ന ഉലുവയാണ്. ഉലുവ ഇട്ട് കഴിയുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, കറിവേപ്പില അതെല്ലാം ചതച്ചത് നമ്മൾ ഇടുകയാണ്. ഇന്ന് റെഡ് കളറ് ഷാപ്പിലെ ഫിഷ് കറിയാണ്. അത് ഇന്ന് വെക്കുന്നത് ആവോലിക്കറിയാണ്. ആവോലി കറി അത് റെഡ് കളറായിരിക്കും. ഷാപ്പിലൊക്കെ കൊടുക്കുന്നില്ല അതേമാതിരി ഉണ്ടാവും. വളരെ ടേസ്റ്റാണ്. ഇപ്പോൾ അതിലേക്ക് നമ്മൾ ഇതിട്ട് കഴിഞ്ഞു. നന്നായി ചൂടായി വരുമ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ പോവാം. പിടിക്കലിട്ട് താഴെയില്ല. ഇതിപ്പോൾ മുളകും പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് പൊടി ഇടാൻ പാടില്ല. പൊടി ഇടുമ്പോൾ കരിഞ്ഞ് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇത് കളറ് വരാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പുളിവെള്ളത്തിലാണ് ഇട്ടാൽ. പുളിവെള്ളത്തിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം ഇത് ആക്കി ഇത് ബ്രൗണായി വരുമ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം മീനിടാവുന്നതാണ്. ഓക്കെ. ഇനി എല്ലാവരും ഒന്ന് ഫിഷ് കറി ചെയ്ത് കഴിച്ച് നോക്കൂട്ടെ. വളരെ ടേസ്റ്റാണ്. അതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് കുടംപുളിയാണ്. കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിൻ്റെ സത്താണ് നമ്മൾ ഒഴിക്കുന്നത്. കണ്ടില്ലേ? കുടംപുളി ഡയറക്റ്റായിട്ട് ഇടുന്നില്ല. വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ സത്ത് നമുക്ക് 2 കുടംപുളി ഇടാം. ഓക്കെ. അങ്ങനെ ഇന്നത്തെ ഫിഷ് കറി നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആവോലി മുളകിട്ട കറി, ഷാപ്പിലെ കറി. ഓക്കെ. ആവോലി വെള്ളാവോലി അല്ല, ബ്ലാക്ക് ആവോലി ഇരുന്ന് നമ്മൾ ഉരച്ച് ക്ലീനാക്കി വെള്ള കളറാക്കിയതാണ്. നല്ല ആവോലി കറിയാണ്. കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഇപ്പോൾ നല്ല ആവോലിക്കറി ചെയ്യാൻ പോകണം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണമെന്ന് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? വളരെ ടേസ്റ്റായിട്ടുണ്ടാവും. മുളകിട്ട ആവോലിക്കറി. ഇനി ഒന്നുമില്ല. നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ മീൻ കറി ഓക്കെ. എല്ലാവരും ഇതുമാതിരി വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ. ഫിഷ് കറി, മുളകിട്ട ആവോലിക്കറി വളരെ ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. ചെയ്തിട്ട് എല്ലാവരും കമൻ്റ് ഇടണം. നന്നായിട്ടുണ്ട്, വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ള. ഇത് ശരിക്കും വളരെ ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കഴിച്ചാൽ തിരിച്ച് ഇതിൽ നമുക്ക് കൊള്ളിയിൽ കഴിക്കാം, ആപ്പത്തിന് കഴിക്കാം, ചോറിന് കഴിക്കാം. എല്ലാറ്റിനും പറ്റിയ ഒരു നല്ല ഫിഷ് കറി. നോക്ക് എത്ര ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന്. വളരെ ടേസ്റ്റ്. കാണാനേ ഇങ്ങനെ ഉണ്ട്. നോക്ക്, നമ്മുടെ ഫിഷ് കറി വളരെ ടേസ്റ്റാണ്. കയ്യിലൊന്നും ഇടണ്ട കേട്ടോ. ഇങ്ങനെ എടുത്ത് എല്ലാവരും ഇന്ന് രാത്രി ആവുമ്പോഴേക്കും അത് ടേസ്റ്റ് ചെയ്യും.